ഡോക്ടർ, നമ്മുടെ ഒ പിയിൽ ഇപ്പോൾ വരുന്ന പേഷ്യൻസ് പൊതുവേ പറഞ്ഞു വരുന്നൊരു കംപ്ലൈൻറ്റ് കഫക്കെട്ട്. എന്നിട്ട് എല്ലാവരും വന്ന് ചോദിക്കുന്ന ചോദ്യം, നസ്യം ചെയ്താലോ, നസ്യം ചെയ്താൽ കഫം ഇളകി പോവില്ലേ ഡോക്ടർ എന്നാണ്. അപ്പം എന്താണ് ഡോക്ടർ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? നസ്യം നമുക്ക് അങ്ങനെ ആർക്ക് വേണേലും എപ്പോൾ വേണേൽ ചെയ്യാവുന്നൊരു ട്രീറ്റ്മെൻ്റ് ആണോ? അതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടോ? അതെ അതെ, ശരിക്കും നസ്യം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചകർമ്മങ്ങളിൽ ഒന്നാണ്, പ്രധാനപ്പെട്ട. അതായത് ആയുർവേദത്തിലെ പ്രധാനപ്പെട്ട ചികിത്സകളിൽ 5 പഞ്ചകർമ്മം എന്ന് പറയുന്നത്. അതിൽ തന്നെയുള്ളൊരു മെയിൻ ട്രീറ്റ്മെന്റ് ആണ് നസ്യം എന്ന് പറയാം. അപ്പോൾ എല്ലാ ട്രീറ്റ്മെന്റിലും മസ്തി, വിരേചനം, അങ്ങനത്തെ മറ്റു ട്രീറ്റ്മെന്റുകളുണ്ട്. അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് നസ്യവും. ഒരിക്കലും ഒ പിയിൽ നിന്ന് വന്ന് നമുക്കിപ്പോൾ ഒരു അഭ്യംഗം വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോക്കൽ ട്രീറ്റ്മെന്റുകളൊക്കെ സജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നവരുണ്ട്. അതുപോലെ ഒരിക്കലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റോ അല്ല നസ്യം എന്ന് പറയുന്നത്. അതിന് കൃത്യമായ നിർദ്ദേശം, വൈദ്യന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് നമ്മൾ നസ്യം പോലത്തെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. അതിലൊത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പം നമ്മളുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് ശരിക്കും ഈ ട്രീറ്റ്മെന്റ് ആപ്റ്റാണോ എന്ന് നമ്മൾ ആദ്യമായി തന്നെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അത് വളരെ പ്രധാനമാണ്. ഈവൻ നമുക്ക് സ്ട്രോക്ക് വന്നൊരു പേഷ്യന്റ്, അതായത് പക്ഷാഘാതം വന്നൊരു പേഷ്യന്റ് മുതൽ ഇവൻ മുടി നര അല്ലെങ്കിൽ മുടി വളർച്ച, കണ്ണിന്റെ കാഴ്ചശക്തി കൂടുക, അങ്ങനെയൊക്കെ ഒത്തിരി നമ്മൾ വളരെ വൈഡ് ആയിട്ടുള്ള ഒരു റേഞ്ചിലുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് തരുന്ന ഒന്നാണ് നസ്യം. അതുകൊണ്ട് എപ്പോഴും ഒരു കൺസൾട്ടേഷന് ശേഷം മാത്രം നമ്മൾ നസ്യം സെലക്ട് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ നസ്യം ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്.